ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വേദവാക്യം വായിക്കാം എന്നാഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 55 അധ്യായം അതിൻ്റെ 13 വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നു: മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായി വിരിക്കും. ഈ ഒരു വേദവാക്യം വായിച്ചാൽ ഭാവിയിൽ സംഭവിക്കേണ്ട ഒരു പ്രവചനമാണ് യെശയ്യാ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു അക്ഷരീയമായി ഭരണം നടത്തുവാൻ ഇറങ്ങി വരുമ്പോൾ, അഥവാ സഹസ്രാബ്ദ വാഴ്ചയ്ക്കായി ഇറങ്ങി വരുമ്പോൾ, ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യമാണ് മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കുമെന്നും പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. അതൊരു നാളും അതിന് മാറ്റം വരികയില്ല. സഹസ്രാബ്ദത്തിൽ അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ അതിനൊരു ആത്മീയ വശം കൂടിയുണ്ട്. അക്ഷരീയമായി സഹസ്രാബ്ദത്തിൽ നിറവേറേണ്ട കാര്യമാണെങ്കിൽ വിശ്വാസികളുടെ അനുഭവത്തോടും ഇത് യോജിക്കുന്നതായിട്ട് കാണുന്നു. മനുഷ്യൻ്റെ പാപഫലമായിട്ടുണ്ടായ ശാപഫലങ്ങളിൽ ഒന്നാണല്ലോ മുള്ള്. മുള്ളും പറക്കാരിയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 18 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ പാപഫലമായിട്ട് ഭൂമിയിൽ നിന്ന് മുളച്ചത് മുള്ളും പറക്കാരിയുമാണെങ്കിൽ നമുക്കറിയാം, ആ ശാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണല്ലോ നമ്മുടെ കർത്താവ് മുൾക്കിരീടം ധരിച്ചത് എന്ന് മത്തായി സുവിശേഷം 27 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇതിൻ്റെ ആത്മീയ വശം നമുക്കൊന്ന് ഓടിച്ച് ചിന്തിക്കാം. അക്ഷരീയമായി നടക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ വിശ്വാസികളുടെ അനുഭവത്തോടും വളരെ യോജിക്കുന്നു. ഇവിടെ നാം കണ്ടു, മുള്ള് മനുഷ്യൻ്റെ പൊതുവായ ഒരു സ്വഭാവമാണ് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുക എന്നുള്ളത്. നാം ചിന്തിക്കണം, മുള്ളിൻ്റെ പ്രകൃതി മാറണമെങ്കിൽ ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തു രാജാവായി വാഴുന്നത് കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. നമുക്കറിയാം, ചില വിശ്വാസികളോട് ഒരിക്കലും അടുക്കുവാനേ സാധ്യമല്ല. കുത്തി നോവിക്കുന്ന തരത്തിൽ സംസാരിക്കും. സദൃശവാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ടെന്ന്. അതാണ് ഈ യെശയ്യാ പ്രവചനം 55 അധ്യായം 13 വാക്യത്തിലെ വാക്യത്തിൻ്റെ ആത്മീയ വശം. അപ്പോൾ അക്ഷരീയമായി നമ്മുടെ കർത്താവ് സഹസ്രാബ്ദത്തിലെ വാഴ്ച നടത്തുമ്പോൾ ശാപനിമിത്തമുണ്ടായ മുള്ളിൻ്റെ അനുഭവം മാറി സരളവൃക്ഷം മുളയ്ക്കുമെന്നും പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കണം, വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. മുള്ള് മുളപ്പിക്കുന്നവരായിട്ടല്ല നാം തീരേണ്ടത്. പിന്നെ അവിടെ വായിക്കുന്നു, സരളവൃക്ഷത്തെപ്പറ്റി നാം ചിന്തിച്ചാൽ സരളവൃക്ഷം വളരെ വിലയുള്ള ഒരു വൃക്ഷമാണ് എന്ന് നാം മറക്കരുത്. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസി കർത്താവിന് വളരെ വിലയുള്ളവന്. ഓരോ വിശ്വാസിയും അതുപോലെ തന്നെ അവിടെ പറയുന്ന മറ്റൊന്നാണ്, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. സരളവൃക്ഷം വളരെ വിലയുള്ളതാണെങ്കിൽ വിശ്വാസി, അതിൻ്റെ ആത്മീയ വശം, വിശ്വാസി കർത്താവിന് വളരെ വിലയുള്ളവന്. പറക്കാര മാറി കൊഴുന്ത് മുളയ്ക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആത്മീയ വശം എന്താണ്? കൊഴുന്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ, കൊഴുന്ത്
നല്ല വാസനയുള്ള ഒരു ചെടിയാണ്. നല്ല വാസനയുള്ള ഒരു ചെടിയാണ്. വിശ്വാസിയും ക്രിസ്തുവിന് തങ്ങളുടെ ആയുഷ്കാലത്ത് വാസന പുറപ്പെടുവിക്കേണ്ടവർ തന്നെയാണ്. ഇതാണ് ആത്മീയ വശം. അക്ഷരീയ വശം സഹസ്രാബ്ദത്തിൽ നിറവേറുമെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ അഥവാ ആത്മീയ വശത്ത് ഇത് നടക്കേണ്ടതും ആവശ്യമാണ്. നാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമുക്ക് ജീവിക്കുവാൻ തന്ന ഈ ചുരുങ്ങിയ ഒരു കാലയളവിൽ എത്രമാത്രം കർത്താവിന് വിലയുള്ളവരായി നാം തീർന്നുകൊണ്ടിരിക്കുന്നു എന്നും എത്രമാത്രം വാസന ഉള്ളവരായിരിക്കുന്നു എന്നും ചിന്തിക്കേണ്ടതാണ്. നമുക്ക് തന്ന ഒരേ ഒരു ജീവിതം, രണ്ടാമതൊരു ജീവിതമല്ല. ഈ ഭൂമിയിൽ നമുക്ക് തന്ന ഒരേ ഒരു ജീവിതം, അത് പാഴാക്കി കളയുവാനുള്ളതല്ല. കർത്താവുമായിട്ടുള്ള ആ നല്ല ഊഷ്മളമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള കറയും കളങ്കവും പറ്റാതെ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും കർത്താവിന് മുൻപാകെ വളരെ വിലയുള്ളവരെന്നും വാസന പുറപ്പെടുവിക്കുന്നവരായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ എത്തിയിരിക്കുന്ന നമുക്കിടയാകട്ടെ. പുതിയൊരു വർഷം കർത്താവ് നമുക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ വളരെ ശുഷ്കാന്തിയോടെ അടുക്കോടും ചെട്ടിയോടും കൂടിയുള്ള വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ധാരാളമായ ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിനായി വളരെ ഉത്സാഹത്തോടെ ജാഗ്രതയോടെ കർത്താവിന് കരം പിടിച്ച് നടക്കാം. അതിന് കർത്താവ് നമുക്ക് ധാരാളമായി കൃപ തരട്ടെ. നമുക്ക് നന്ദിയും കടപ്പാടുള്ളവരായിരിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.